ഒരിക്കലും ചെയ്ത തെറ്റ് അല്ലെങ്കിൽ ആ തെറ്റ് നമ്മൾ അല്ലെങ്കിൽ തൗബ നീട്ടിവെക്കരുത് എന്നുള്ളതാണ്. അപ്പൊ പിശാചിനെ സംബന്ധിച്ചിടത്തോളം പിശാച് ഏത് സന്ദർഭത്തിലും നമ്മളെ അത് നീട്ടിവെക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ പിശാച് നിങ്ങളെ നിരാശരാക്കും. പിശാച് നമ്മുടെ മനസ്സിലിട്ടിരുന്ന ഓരോ രൂപത്തിലുള്ള ഓരോ മന്ത്രങ്ങൾ പിശാച് നമ്മോട് പറയും, ഈ രൂപത്തിലൊക്കെ തെറ്റ് ചെയ്തത് നിനക്ക് ഇനി എന്ത് പാപമോചനാണ് അള്ളാഹു നൽകുക? അല്ലെങ്കിൽ നിരന്തരം ഇതേ രൂപത്തിൽ നിരാശയുടെ പ്രലോഭനങ്ങളാണ് പിശാച് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിലേക്ക് മടങ്ങുന്നത് പിശാച് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. മനോഹരമായിട്ട് പറയാറുള്ള ഒരു വചനം, നിങ്ങൾ നാളെ പാപമോചനം ചെയ്ത് അല്ലെങ്കിൽ നാളെ തൗബ ചെയ്ത് നിങ്ങൾ നന്നാകുമെന്ന് തീരുമാനിക്കുന്നത് അത് പിശാചിന് സന്തോഷമാണ്. പക്ഷേ ആ തൗബ നിങ്ങൾ ഇപ്പൊ ചെയ്യുമെന്ന് തീരുമാനിക്കുന്നതാണ് പിശാചിന് പ്രശ്നം. നിങ്ങൾ നാളെ നന്നാകുമെന്ന് തീരുമാനിക്കുന്നിടത്തോളം കാലം പിശാച് നിങ്ങളിൽ സന്തുഷ്ടനായിരിക്കും. പക്ഷെ അതേ സന്ദർഭത്തിൽ നിങ്ങൾ ഇപ്പൊ തന്നെ തൗബ ചെയ്യാൻ നിങ്ങൾ ഒരുങ്ങുകയാണെങ്കിൽ അത് പിശാചിന് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കും. കാരണം നാളെ എന്നുള്ളത് യഥാർത്ഥത്തിൽ പിശാച് നമ്മുടെ മനസ്സിലിട്ടിരുന്ന മറ്റൊരു പ്രലോഭനമാണ്. അതായത് നാളെ എന്നുള്ളത് ഒരിക്കലും ഉണ്ടാകുന്നില്ല. ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളൊരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് നിങ്ങൾ കണ്ണാടിയൊക്കെ നോക്കിയിട്ട് പറഞ്ഞ ദിവസം ഇന്നാണ്, നമ്മൾ നന്നാകാൻ പോകുന്ന ദിവസം ഇന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരാള് അങ്ങനെ ആ രൂപത്തിൽ എഴുന്നേൽക്കുന്ന ഒരു ദിവസം ഉണ്ടാവില്ല. അപ്പൊ പിശാചിന്റെ ഒരു തന്ത്രമാണ്. അതായത് നാളെ നന്നാകാമെന്നുള്ള ആ രൂപത്തിലുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ നിക്ഷേപിച്ചുകൊണ്ട് അയാൾ അള്ളാഹുവിലേക്ക് മടങ്ങുന്നത് പിശാച് തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആ രൂപത്തിലുള്ള ചിന്തക്ക് നിങ്ങൾ അടിമപ്പെടാതെ സുമ്മ യതൂബൂന മിൻ ഖരീബ്, നിങ്ങൾ ഉടൻ തന്നെ അള്ളാഹുവിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുക എന്നുള്ളതാണ്. ചില ആളുകൾ പറയണം റമദാൻ വരാനുണ്ട്, ഏതായാലും റമദാനിൽ നിന്നാകാം. ആ റമദാൻ നിന്റെ മുന്നിൽ ഉണ്ടാകുമെന്നുള്ളത് എന്ത് ഗ്യാരണ്ടിയാണുള്ളത്? ഇപ്പൊ നിരവധി ആളുകൾ, ഇപ്പൊ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എത്ര ആളുകളാണ് കഴിഞ്ഞ റമദാനിൽ ഉണ്ടായിരുന്നത്, ഈ റമദാൻ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അപ്പൊ ഈ രൂപത്തിൽ നമ്മൾ നാളേക്ക് നീക്കി വെക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ പിശാച് നടത്തുന്ന വലിയൊരു പ്രലോഭനാണ്. ആദ്യം പിശാച് എന്താ ചെയ്യാന്ന് വെച്ചാൽ, പിശാച് നമ്മളെ നിരന്തരം തെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മോട് പിശാച് പറയും, നിങ്ങൾ ആ തെറ്റ് ചെയ്തോ, നിങ്ങൾക്ക് പിന്നീട് നന്നാവാം. തെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പിന്നീട് നന്നാകാം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ പൊറുക്കുന്നവരാണ്. ഇതേ രൂപത്തിലുള്ള മന്ത്രങ്ങളായിരിക്കും പിശാച് ആദ്യം ഇട്ട് തരിക. അല്ലെങ്കിൽ റമദാന് വരാനില്ലേ, അടുത്ത വർഷം ഹജ്ജിന് പോകുന്നില്ല, ഏതായാലും അതുവരെ നീ അടിച്ചു പൊളിച്ചു, ഇതേ രൂപത്തിലുള്ള മന്ത്രങ്ങളായിരിക്കും പിശാച് നിരന്തരം മനസ്സിലിട്ട് തരിക. അവസാനം ആ തെറ്റ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചതിന് ശേഷം ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് പിശാച് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചിന്തയായിരിക്കും. അതായത് ഇത്രയും തെറ്റ് ചെയ്ത നിനക്ക് എങ്ങനെയാണ് ഈ രൂപത്തിൽ വീണ്ടും നിസ്കരിക്കാൻ തോന്നുന്നത്? അല്ലെങ്കിൽ ഈ രൂപത്തിലൊക്കെ തെറ്റ് ചെയ്ത ആള് നീ എങ്ങനെയാണ് ഇതേ രൂപത്തിൽ മതം പറയുന്നത്? ഇതേ രൂപത്തിൽ നിരാശയുടെ പ്രലോഭനങ്ങളായിരിക്കും, നിരാശയുടെ വചനങ്ങളായിരിക്കും പിന്നീട് പിശാച് മന്ത്രിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ എങ്ങനെയാണ് പിന്നീട് നിനക്ക് പോകാൻ കഴിയുന്നത്? ഈ രൂപത്തിൽ അള്ളാഹുവിനെ ധിക്കരിച്ച് നിനക്ക് നാണല്ലേ വീണ്ടും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകാൻ? ഇതേ രൂപത്തിലുള്ള ചിന്തയായിരിക്കും പിശാച് പിന്നീട് ഒരാളുടെ മനസ്സിലേക്ക് ഇട്ടു തരിക. അപ്പൊ നമ്മൾ പഴയ കാലത്തൊക്കെ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഒരു കുരുത്തക്കേട് ഒപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ പിതാവിനെ ഭയന്നിട്ട് പിതാവിന്റെ മുഖം കൊടുക്കാതെ നമ്മൾ വീട്ടിന്റെ പിറകിലൂടെയൊക്കെ കയറാറുണ്ട്. ഇതേ രൂപത്തിൽ പിശാച് ഒരു തവണ തെറ്റ് ചെയ്താൽ പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിലേക്ക് ആ അടിമ പോകുന്നത് തടയാൻ വേണ്ടി മനസ്സിൽ ഇതേ രൂപത്തിലുള്ള ചിന്തകൾ നിരന്തരം പിശാച് ഇട്ട് വരും എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്, ആ ഒരു വലയിൽ നിങ്ങൾ അകപ്പെടല്ലേ, മറിച്ച് നിങ്ങൾ എത്ര തെറ്റ് ചെയ്താലും ആ തെറ്റ് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എന്നിലേക്ക് വന്നാൽ ആയത്തിന്റെ അടുത്ത ഭാഗം ഫയതൂബുല്ലാഹു സുമ്മ യതൂബൂന മിൻ ഖരീബിൻ ഫഉലൈക യതൂബുല്ലാഹ്, അവർക്ക് അള്ളാഹുവിന്റെ പശ്ചാത്താപം ഉണ്ട്, അല്ലെങ്കിൽ അള്ളാഹു അവരുടെ പാപമോചനം സ്വീകരിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മുടെ ആ തിരിച്ചുവരവ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ സന്തോഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹു അടിമയുടെ തിരിച്ചുവരവ് ഏറെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിക്കുന്ന. പക്ഷെ അതേ സന്ദർഭത്തിൽ പിശാചിനെ സംബന്ധിച്ചിടത്തോളം അടിമ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്നത് പിശാച് ഏറെ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ പിശാച് അല്ലെങ്കിൽ ശൈത്താൻ എന്നുള്ള പദം തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പിശാചിന്റെ ജോലി തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മളെ നിരാശരാക്കുക എന്നുള്ളത്. ശൈത്താൻ എന്നുള്ള പദം, ശ്രദ്ധേയമായിട്ടുള്ള ആ പദം തന്നെ യഥാർത്ഥത്തിൽ ശൈത്താൻ എന്നുള്ള പദം, ആ പദം 2 റൂട്ട് വേർഡുകളാണ്. ശൈത്താൻ എന്നുള്ള പദം, ആ 2 പദത്തിൽ നിന്നാണ് ശൈത്താൻ ഉണ്ടാകുന്നത്. ഒന്നാമത്തെ പദം, അതുമായിട്ട് കടന്നു വരുന്ന പദം ശതന എന്നുള്ള പദമാണ്, ശത്വന എന്നുള്ള പദം. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് കടന്നു വരുന്ന ഷാത്വ എന്നുള്ള പദം. ഈ 2 പദങ്ങളുടെ മിശ്രിതമാണ് ശൈത്വാൻ. ആ 2 പദങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ശത്വന എന്നുള്ള അറബി പദത്തിന്റെ അർത്ഥം നേരായിട്ടുള്ള വഴിയിൽ നിന്നും ഒരാൾ വ്യതിചലിക്കുക. അതായത് ഇപ്പൊ നേർ റൂട്ടിലൂടെ നിങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ പെട്ടെന്ന് തെറ്റായിട്ട് നിങ്ങൾ ആ വഴിയിൽ നിന്നും പിന്മാറുക, അതാണ് ശത്വന.
അതായത് റോങ് ടേൺ, നിങ്ങൾ നേർമാർഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ തെറ്റായിട്ടൊരു പാതയിലേക്ക് തിരിയുന്നത്, അതാണ് ഷത്വാന. അതേപോലെ തന്നെ ഷാത്വ എന്നുള്ള പദത്തിനർത്ഥവും എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ വരുന്ന കടുത്ത പകയും വിദ്വേഷവും, അതാണ് ഷാത്വ എന്നുള്ള പദത്തിനർത്ഥം. ഈ രണ്ട് പദങ്ങളുടെ മിശ്രിതമാണ് ശൈത്വാൻ. യഥാർത്ഥത്തിൽ പിശാച് നമ്മുടെ മനസ്സിലേക്ക് കുത്തിവെച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളെ നേരായ മാർഗത്തിൽ നിന്നും പിശാച് നമ്മളെ പിന്തിരിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഇതേ രൂപത്തിൽ നമുക്ക് നിരാശ മനുഷ്യന്റെ മനസ്സിലേക്ക് കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ് പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതേ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിരന്തരം പ്രതീക്ഷ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു അള്ളാഹുവിലേക്ക് ഒരു അടിമ തൗബ ചെയ്ത് തിരിച്ചെത്തുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൗബയുടെ ഹദീസിൽ പറഞ്ഞ, ഒരു യാത്രക്കാരൻ തന്റെ യാത്രക്ക് വേണ്ട വിഭവങ്ങളെല്ലാം വെച്ച് ഒട്ടകപ്പുറത്ത് വെച്ച് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ അവസാനം അദ്ദേഹം ഉറങ്ങാൻ കിടന്ന് എഴുന്നേറ്റ സന്ദർഭത്തിൽ ആ ഒട്ടകം ആ യാത്രക്കാരന് നഷ്ടപ്പെടുകയാണ്. ആ യാത്രക്കാരന്റെ അവസ്ഥ ഏത് രൂപത്തിലുള്ളതായിരിക്കും? കാരണം അദ്ദേഹത്തിന്റെ മുന്നിൽ പിന്നീട് മരണമാണുള്ളത്. ആ രൂപത്തിൽ നിരാശനായിരിക്കുന്ന ആ യാത്രക്കാരൻ പിന്നീട് ആ ഒട്ടകത്തെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന സന്തോഷം എത്രയാണ്? അതേ രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമ അള്ളാഹുവിലേക്ക് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഭാഷയിലേക്ക് അത് പറയുകയാണെങ്കിൽ, അപ്പൊ നിങ്ങൾ എത്രയോ കാലം സമ്പാദിച്ചു കൂട്ടിയ ആ സമ്പാദ്യം കൊണ്ട് നിങ്ങളൊരു നല്ല വാഹനം വാങ്ങി, ആ വാഹനം നിങ്ങൾ നിർത്തിയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി സാധനമൊക്കെ വാങ്ങി തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ നമ്മുടെ ആ കാറ് മോഷണം പോയിരിക്കുകയാണ്. എത്രത്തോളം നിങ്ങൾ മാനസികമായിട്ട് പ്രയാസം ഉണ്ടാക്കും. നിങ്ങളെ 10-20 വർഷത്തെ അധ്വാനം, ആ അധ്വാന ഫലമായിട്ട് നിങ്ങൾ വാങ്ങിയ കാറ് മറ്റൊരാൾ മോഷ്ടിച്ചു പോയിരിക്കുകയാണ്. നിങ്ങൾ മാനസികമായിട്ട് എത്രത്തോളം പ്രയാസപ്പെടും. അപ്പൊ നിങ്ങൾ അങ്ങനെ ആ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് ആ കാർ ഒരാൾ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ അദ്ദേഹം പോയി അത് അന്വേഷിച്ച് കണ്ടെത്തി ആ കാറ് നിങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം എത്രയാണ്? അതല്ലെങ്കിൽ പ്രവാസികളായിട്ടുള്ള ആളുകൾ ഇപ്പൊ അവസാന ദിവസമൊക്കെ, ഒരു ദിവസം മുമ്പൊക്കെ നാട്ടിൽ നിന്നും തിരികെ പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ആളുകൾ, അവരുടെ ആ ലഗേജും പാസ്പോർട്ടും എല്ലാം നഷ്ടപ്പെട്ട് എയർപോർട്ടിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ നമ്മൾ അടുത്ത കാലത്ത് അത് കണ്ടു. ഇതേ രൂപത്തിലുള്ള ആളുകൾ, അവർ ഇതേ രൂപത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ വന്നിട്ട് നിങ്ങളെ നഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചു നൽകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം എത്രയാണ്? ഈ രൂപത്തിൽ, അതേ രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അടിമ അല്ലെങ്കിൽ അള്ളാഹുവിനെ ധിക്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അടിമ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു വരുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന് അതിനേക്കാൾ സന്തോഷം ഉണ്ടാകും എന്നുള്ള. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹം എത്രയാണ് അടിമകളോട്. ഇത്രയും കാലം ധിക്കരിച്ച് നടന്ന അടിമ ഇതേ രൂപത്തിൽ തൗബ ചെയ്ത് വരുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനുള്ള സന്തോഷം എത്രയാണ് സഹോദരങ്ങളെ. അപ്പൊ നമ്മൾ ആ അള്ളാഹുവിന്റെ മുമ്പിൽ എത്ര തെറ്റ് ചെയ്താലും ഒരു പ്രയാസവുമില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആ തെറ്റുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറയുക എന്നുള്ളതാണ്. ഒരു കൊച്ചുകുട്ടിയെ പോലെ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ആ തെറ്റുകൾ നിങ്ങൾ ഏറ്റുപറയുക. അപ്പൊ നമ്മളൊരിക്കലും നമ്മൾ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കൃത്യമായിട്ട് അറിയാം നിങ്ങൾ എന്താണ് ചെയ്തതെന്ന്. ആ ചെയ്ത തെറ്റ് നിങ്ങൾ ഏറ്റുപറയേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. മറ്റൊരാളും അറിയാതെ നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കൃത്യമായിട്ട് അറിയാം. അവന്റെ മുമ്പിൽ ഏറ്റുപറയുന്ന സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ആ ബലഹീനതയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ തുറന്നു വെക്കുന്നത്. അവിടെ നമുക്കൊന്നും മറച്ചു വെക്കാനില്ല. കാരണം നമ്മളെക്കാൾ അറിയുന്നവൻ ഒരാളുടെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. മറ്റുള്ള ആളുടെ മുമ്പിലെല്ലാം നമ്മൾ നല്ല ഇമേജാണ് കൊണ്ടു നടക്കുന്നത്. പക്ഷേ നമ്മളെ യഥാർത്ഥത്തിലുള്ള ഇമേജ് അറിയുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആ ബലഹീനതകൾ പൂർണ്ണമായിട്ടും അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളെ തുറന്നു വെക്കുക. തീർച്ചയായിട്ടും ഒരാളുടെ ബലഹീനത പുറത്തു വരുന്ന സന്ദർഭത്തിൽ അയാൾ പൊട്ടിക്കരയും. ആ രൂപത്തിൽ നിങ്ങൾ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് നിങ്ങൾ മടങ്ങുക. ആ സന്ദർഭത്തിൽ അതേ രൂപത്തിൽ മടങ്ങുന്ന സന്ദർഭത്തിൽ ആയത്തിന്റെ അവസാന ഭാഗം വകാന അല്ലാഹു അലീമൻ ഹക്കീമ, തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. കാരണം നിങ്ങൾ ആ ചെയ്ത തെറ്റുകളെ സംബന്ധിച്ച് നിങ്ങളെക്കാൾ അള്ളാഹുവിന് അറിയാം. അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അള്ളാഹുവിലേക്ക് ആ തെറ്റുകൾ ഏറ്റുപറയുക മാത്രമേ വേണ്ടതുള്ളൂ. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായിട്ടും അടിമകൾക്ക് പുറത്തു തരുമെന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശരാകേണ്ടതില്ല. കാരണം നിങ്ങളെ ചെയ്ത തെറ്റിനേക്കാൾ വലുത്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തോളം നിങ്ങളുടെ തെറ്റ് വരില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എത്ര ധിക്കരിച്ച്, നിങ്ങൾ തന്നെ ചിന്തിച്ചോക്കെ, നമ്മൾ എത്ര ധിക്കരിച്ചിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ അനുഗ്രഹങ്ങളൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പിൻവലിക്കുന്നില്ല. ഇതേ രൂപത്തിൽ ഇപ്പൊ എത്രയേറെ ഹറാമ് നിരവധി ഹറാമ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ നമ്മുടെ കാഴ്ച അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചെടുത്തിട്ടില്ല. അതേപോലെ തന്നെ എത്ര കളവ് നമ്മൾ പറഞ്ഞു, എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആ നാവിന്റെ സംസാര ശേഷി അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചെടുത്തിട്ടില്ല. എത്ര ഹറാം നമ്മൾ ഭക്ഷിച്ചു, എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വയറിന് ഏതെങ്കിലും മാരകമായിട്ടുള്ള രോഗം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല.
കൈകൊണ്ട് നിരവധി ഹറാമ് ചെയ്തു, ആ കൈ അതിന്റെ സ്വാധീനം അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചെടുത്തിട്ടില്ല. കാരണം അതൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചെടുക്കാത്തത് ഇത്രയേറെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അതേ അവയവങ്ങൾ വെച്ചിട്ട് നിരന്തരം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ നമ്മൾ ധിക്കരിച്ചിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊന്നും തിരിച്ചെടുക്കാത്തത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോടുള്ള സ്നേഹമാണ്. അല്ലെങ്കിൽ നീ അള്ളാഹുവിലേക്ക് മടങ്ങി വരുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സന്ദർഭത്തിലും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ധിക്കരിച്ചിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോടുള്ള ആ കാരുണ്യം പിൻവലിക്കാതെ അത് നിലനിർത്തുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു വരുമെന്നുള്ള പ്രതീക്ഷ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഉണ്ട്. ആ പ്രതീക്ഷ തെറ്റിക്കാതെ, കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശരാകാതെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുക എന്നുള്ളതാണ്.